ഹായ് ഡിയേഴ്സ്, അപ്പോൾ ഇന്ന് വന്നിട്ടുള്ള നല്ലൊരു അടിപൊളി ട്രെൻഡിങ് ടിയാര എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അപ്പോൾ ഇത് ക്രിസ്മസിന് നല്ല മൂവിങ് ഉള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ വേണമെന്നുള്ളവരൊക്കെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്, അതിലേക്ക് മെസ്സേജ് അയച്ചാൽ മതി. അപ്പോൾ ഈ ഒരു ടൈപ്പ് നമുക്ക് 3-in-1 യൂസാണ്. ഇത് നമുക്ക് നെക്ക് പീസായിട്ടും യൂസ് ചെയ്യാം, അതുപോലെ തന്നെ ഇത് ഒരു ബ്രേസ്ലെറ്റ് ആയിട്ടും നമുക്ക് യൂസ് ചെയ്യാം, ടിയാര ആയിട്ടും യൂസ് ചെയ്യാം. അപ്പോൾ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഇതിന് വേണ്ടിയിട്ട് 3 സൈസിലുള്ള പേൾസ് എടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ഗം എടുത്തിട്ടുണ്ട്, ടാപ്പ്, അതുപോലെ നൈലോൺ വയർ വേണം, കുറച്ച് ഗിയർ വയറും ആവശ്യമുണ്ട്. അപ്പോൾ ഈ ഒരു ടൈപ്പ് പേൾസാണ് എടുത്തിട്ടുള്ളത്. വലിപ്പം നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് അടുത്തുനിന്ന് കാണിക്കുന്നത്. നല്ല ചെറുത് എടുത്തിട്ടുണ്ട്, പിന്നെ മീഡിയം സൈസ്, കുറച്ച് വലിയ സൈസിലുള്ളതും ആണ് ഇവിടെ എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിപ്പോൾ ക്രിസ്മസ് ഓർഡർ ആയതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു കളറിൽ ചെയ്യുന്നത്. നിങ്ങൾക്ക് ഡ്രസ്സിന് മാച്ചായത് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ അങ്ങനെ ചെയ്തു തരുന്നതാണ്. 10 ഇഞ്ച് നീളത്തിലുള്ള 4 ലെയറുകളാക്കി ഇതുപോലെ എടുത്തിട്ടുണ്ട്. 0.3 mm ഗിയർ വയറാണ്, സിൽവർ കളറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് ഒരു 8 ഇഞ്ച് നീളത്തിൽ 2 പീസ് കട്ട് ചെയ്തെടുക്കണം. ഗിയർ വയർ 2 മടക്കി ഇതുപോലെ നല്ലപോലെ ചുറ്റി കൊടുക്കണം. എന്നിട്ട് ഈ വീഡിയോയിൽ കാണുന്ന പോലെ ഈ ഒരു ചെറിയ റിങ്സ് ആക്കി ഇവിടെ എടുത്തതിന് ശേഷം നന്നായിട്ട് പിരിച്ചു കൊടുക്കുക. ഈ ഒരു ഹുക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഈ ഒരു നൈലോൺ വയറിൽ ഇട്ടിട്ട് നല്ല ടൈറ്റ് ചെയ്ത് പിരിച്ചു കൊടുക്കാം. ഇതാ ഏറ്റവും വലിയ പേളിൽ ഒരു പേൾ എടുത്തിട്ട് ഇതാ ഫുള്ള് നൈലോണും ഇതിൻ്റെ കൂടെ കടത്തി വിടണം. നമ്മളിവിടെ ചുറ്റി കൊടുത്ത് ലാസ്റ്റിലെ കമ്പിയും കൂടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആകത്തക്ക രീതിയിൽ വേണം ചെയ്തെടുക്കാൻ. ഇനി ഇതാ ഓരോരോ വയറിനുള്ളിലും മിക്സ് ആക്കിയിട്ട് നമ്മൾ ചെറുതും വലുതും അങ്ങനെ മിക്സ് ആക്കിയിട്ട് കലർത്തിയിട്ട് ഒരു 10-15 ബീഡ്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ കറക്റ്റായിട്ടൊരു ഓർഡറിലല്ല ഇട്ടിട്ടുള്ളത്, നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ കലർത്തിയിട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ ലാസ്റ്റ് ഇട്ട മുത്താണ് ആദ്യം ഇവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ, അല്ലെങ്കിൽ ഇങ്ങനെയെല്ലാം കൊഴിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഇവിടെ നിന്നാണ് ഇങ്ങനെ ഗമ്മ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ഇത്രയും ഗ്യാപ്പിൽ ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം നമ്മൾ ഈ ഒരു മുത്തുകൾ ഗം ചെയ്തെടുക്കാൻ. അപ്പോൾ അതുപോലെ തന്നെ ബാക്കി 4 ലെയറുകളും ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ 4 ലെയറുകളും ഇങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ നമുക്ക് ഇങ്ങനെ നേരെ ലാസ്റ്റ് ഇതിൻ്റെ അറ്റങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ അതുപോലെ വീഡിയോയിൽ കാണുന്ന പോലെ നമുക്കിങ്ങനെ കലർത്തി മുടഞ്ഞു കൊടുക്കുന്ന ഒരു രീതിയിലൊക്കെ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല രസമായിരിക്കും. അപ്പോൾ ഞാൻ ഈ ഒരു രീതിയിലാണ് ഇപ്പോൾ ചെയ്യുന്നത്. ഇനി നമ്മളിതാ ഫസ്റ്റിൽ തലക്കലൊരു ബീഡ് ഇട്ട് കൊടുത്തില്ല, അതേ ഒരു രീതിയിൽ തന്നെ ഇവിടെയും ഒരു ബീഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഈ വയർ തമ്മിൽ ഇതാ കൂട്ടിക്കെട്ടി കൊടുക്കുകയാണ്. അപ്പോൾ അത് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കെട്ടിയതിന് ശേഷം 4 വയറും കൂടി ഒരുമിച്ചൊന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അതായത് ഈ ഒരു ഉള്ളിലൂടെ തന്നെ നമ്മൾ നേരത്തെ ചെയ്ത പോലെ കമ്പി ഉള്ളിലൂടെ ഇട്ടതിന് ശേഷം നന്നായിട്ട് ടൈറ്റ് ചെയ്ത് പിരിച്ചു കൊടുക്കുക. ബാക്കിയുള്ള ഈ ഒരു തലപ്പ് ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഈ ഒരു പേളിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ നല്ല അടിപൊളി ടിയാര ഇവിടെ റെഡി ആയിട്ടുണ്ട്. നെക്ക് പീസായിട്ട് എങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് യൂസ് ചെയ്യാം, ബ്രേസ്ലെറ്റ് ആണായിട്ട് അങ്ങനെയാണ് യൂസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു മോഡൽ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് ഓർഡർ തരാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുള്ള നമ്പർ വാട്സപ്പ് ചെയ്താൽ മതി. അപ്പോൾ നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ.